الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أحسن الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. إذ تلقونه بألسنتكم وتقولون بأفواهكم ما ليس لكم به علم وتحسبونه هينا وهو عند الله عظيم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, എന്തിനു വേണ്ടിയാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലേക്ക് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്, അതിന്റെ ലക്ഷ്യം കൃത്യമായി പഠിച്ചും മനസ്സിലാക്കിയും പ്രാവർത്തികമാക്കിയും പ്രാർത്ഥിച്ചും ജീവിതത്തെ സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകണേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പടച്ച റബ്ബിന്റെ മാർഗദർശനം ജീവിതത്തിൽ പഠിച്ച് മനസ്സിലാക്കി പ്രാവർത്തികമാക്കി ജീവിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ആ നൽകിയ അനുഗ്രഹങ്ങളെ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്നും അതിനെങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നും കൃത്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലാഹു നമുക്ക് നൽകിയ നിഅമത്തുകളെ നമുക്ക് തോന്നിയതുപോലെ അതിനെ ക്രമീകരിക്കുകയും അല്ലാഹുവിന്റെ മാർഗദർശനത്തെ പലപ്പോഴും നിസ്സാരമായി കാണുകയും ചെയ്യുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് ഗൗരവമായി പരിശോധിക്കണം. അല്ലാഹു നമുക്ക് നൽകിയ മഹാ അനുഗ്രഹത്തിൽപ്പെട്ടതാണ് ആശയ വിനിമയങ്ങൾ നടത്താൻ വേണ്ടി സംസാരിക്കാനുള്ള സംസാരശേഷി തന്നു എന്നുള്ളത്. ലോകത്തെ കുറെ ആളുകൾക്ക് സംസാരിക്കാനുള്ള കഴിവില്ല. എന്തുകൊണ്ടില്ല? നാവില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ആ നാവിനെ കൊണ്ടുണ്ടാകേണ്ട സംസാരം എന്ന് പറയുന്ന അനുഗ്രഹം അവർക്ക് നൽകാത്തത് കൊണ്ട്. നമുക്കറിയാം, നമ്മുടെ ചുറ്റുഭാഗത്ത് താമസിക്കുന്നവരിൽ സംസാരിക്കാൻ കഴിയാത്ത ആളുകളെ ഒരു ന്യൂനതയായിട്ടാണ് നമ്മൾ കാണാറുള്ളത്, ഒരു വൈകല്യമായിട്ടാണ് കാണാറുള്ളത്. ചിലപ്പോൾ നമ്മുടെ ദറജകളിൽ പോലും താഴ്ത്തിയിട്ടാണ് അവരെ നമ്മൾ ഉൾപ്പെടുത്താറുള്ളത്. അത് സംസാരിക്കാൻ കഴിയില്ലാത്ത ആളാണ്.
അങ്ങനെ പല രീതിയിലും നമ്മൾ അവരെ കമന്റ് പറയുകയും അവരെ ആ ഒരു സംസാര ശൈലിയുടെ കുറവിനെ നമ്മൾ ന്യൂനതയായിട്ട് കാണാറുണ്ട്. പക്ഷേ നാളെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ വിശാലമായ ഒരു വിചാരണ അവർക്ക് രക്ഷപ്പെടും, അവരതിൽ നിന്ന് മാറ്റി നിർത്തപ്പെടും എന്നുള്ളത് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. സംസാരവുമായി ബന്ധപ്പെട്ട് വിശാലമായ ഒരു വിചാരണയ്ക്ക് വിധേയമാകുമ്പം അല്ലാഹുവേ, എനിക്ക് സംസാരിക്കാൻ സാധിച്ചിരുന്നില്ലല്ലോ, എനിക്കതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ഞാൻ അതിന് കൃത്യമായിട്ട് മറുപടി പറയേണ്ടതില്ലല്ലോ എന്ന് പറഞ്ഞ് രക്ഷപ്പെടുന്ന സന്ദർഭത്തിലായിരിക്കും നമ്മള് നന്മ തിന്മകൾ മനസ്സിലാക്കി തുടങ്ങിയ ആ സെക്കൻഡ് മുതൽ മരണസമയം വരെ നമ്മുടെ വായിൽ നിന്ന് വന്നിരിക്കുന്ന മുഴുവൻ സംസാരങ്ങളെയും തിരിച്ചും മറിച്ചും പരിശോധിച്ച് വിലയിരുത്തുന്ന, വിചാരണയ്ക്ക് വിധേയമാകുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന കൃത്യമായ ഒരു ബോധവും ബോധ്യവും നമുക്കുണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് പ്രവാചകൻ ഇരിക്കുന്ന സമയത്ത് ഒരു സ്വഹാബി ചോദിച്ചു, റസൂലേ, ഒരു സ്ത്രീയെ കുറിച്ച് പറയാനുണ്ട്. ആ സ്ത്രീയുടെ പ്രത്യേകത രാവിലെ പകൽ സമയത്ത് നോമ്പെടുക്കുന്ന പെണ്ണാണ്, ധാരാളമായിട്ട് സുന്നത്ത് നോമ്പെടുക്കുന്ന പെണ്ണാണ്, രാത്രിയിൽ ധാരാളമായി നമസ്കരിക്കുന്ന പെണ്ണാണ്. ആലോചിച്ചോക്കെ, പകൽ സമയത്ത് ധാരാളമായി നോമ്പെടുക്കുന്നുവെങ്കിൽ നിർബന്ധമായ കാര്യങ്ങളിൽ ആ സ്ത്രീ എത്രമാത്രം ഗൗരവം കാണിച്ചിട്ടുണ്ടാവും. രാത്രി സമയങ്ങളിൽ നമസ്കരിക്കുന്ന ഒരു പെണ്ണാണ് എങ്കിൽ എത്ര ഇബാദത്തിന്റെ വിഷയത്തിൽ താല്പര്യം കാണിക്കുന്ന പെണ്ണായിരിക്കും. ആ പെണ്ണിനെ കുറിച്ച് ആ സ്വഹാബി പറഞ്ഞു, റസൂലേ, വതുഉദി ജീറാനഹാ ബിലിസാനിഹാ, അവരുടെ നാവ് കൊണ്ട് അവരുടെ അയൽവാസിയെ ഉപദ്രവിക്കുന്നു. എന്താണ് ആ പെണ്ണിനെ കുറിച്ച് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ലാ ഖൈറ ഫീഹാ, ലാ ഖൈറ ഫീഹാ ഹിയ ഫിന്നാർ, അവളിൽ ഒരു നന്മയുമില്ല, അവൾ നരകത്തിലാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണം. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു വിഷയം, പ്രവാചകൻ ഒരു കാര്യം മറുപടി പറയുന്നുണ്ട് എങ്കിൽ, പ്രവാചകനോട് ദീനിന്റെ വിഷയം ചോദിച്ചാൽ മറുപടി പറയുന്നുവെങ്കിൽ ഒരിക്കലും പ്രവാചകന്റെ അഭിപ്രായമല്ല, ആകാശലോകങ്ങൾക്കപ്പുറത്ത് നിന്ന് പടച്ച റബ്ബിന്റെ കൃത്യമായ വഹീ പ്രകാരം മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കുന്നത്. പ്രവാചകൻ പറഞ്ഞത് അവളിൽ ഒരു നന്മയുമില്ല, അവൾ നരകത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു വെക്കുന്ന എല്ലാ നന്മകളെയും നഷ്ടപ്പെടുത്തി കളയാൻ മാത്രം ഗൗരവമായി കാണേണ്ട വിഷയമാണ് സംസാരം എന്ന് പറയുന്നത്. നാവ് കൊണ്ടുള്ള നാം സൂക്ഷിക്കേണ്ട കാര്യമെന്ന് ഈ ഹദീസുകൾ നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ്. വലഖദ് ഖലഖനൽ ഇൻസാൻ, മനുഷ്യനെ നാമാണ് സൃഷ്ടിച്ചത്. വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, അവന്റെ മനസ്സ് മന്ത്രിക്കുന്നത് പോലും നാം അറിയുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അവന്റെ ജീവനാഡിയേക്കാൾ അടുത്തവനാകുന്നു, അവന്റെ എല്ലാ ചിന്തകളും സംസാരവും എല്ലാം കൃത്യമായി അറിയുന്നവനാകുന്നു എന്ന് പടച്ച റബ്ബ് സൂറത്തുൽ ഖാഫിന്റെ 16-ാമത്തെ ആയത്തിലൂടെ മനുഷ്യന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഉടനെ അല്ലാഹു പറഞ്ഞിരിക്കുന്നത്, ഇത് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിശ് ശിമാലി ഖഈദ്, വലത് ഭാഗത്തും ഇടത് ഭാഗത്തും ഒരിക്കലും അപ്പുറവും ഇപ്പുറവുമായി പോവുകയില്ല. ഇടത് ഭാഗത്ത് ഏൽപ്പിച്ചിരിക്കുന്ന മലക്ക് ഇടത് ഭാഗത്ത് തന്നെയായിരിക്കും, വലത് ഭാഗത്ത് ഏൽപ്പിച്ചിരിക്കുന്ന മലക്ക് വലത് ഭാഗത്ത് തന്നെയായിരിക്കും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ ഏറ്റെടുക്കുന്ന രണ്ട് ആളുകൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭം നീ ശ്രദ്ധിക്കണമെന്നാണ്. ഒരു ലഫ്ള് പോലും, ഒരു വാക്ക് പോലും നിനക്ക് സംസാരിക്കാൻ സാധ്യമല്ല, ആ ഏൽപ്പിച്ചിരിക്കുന്ന രണ്ടാളുകൾ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടല്ലാതെ എന്ന്
അല്ലാഹു സുബ്ഹാനഹു തആല ബോധ്യപ്പെടുത്തുകയാണ്. മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, മുഴുവൻ കാര്യങ്ങളും റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന കൃത്യമായൊരു ബോധ്യവും ഉണ്ടാവണം. അതുകൊണ്ടാണ് മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ പ്രഭാതത്തിന്റെ രാവിലെ പ്രഭാതം പ്രവേശിക്കുന്ന സമയത്ത് ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങളും നാവിലേക്ക് നോക്കിയിട്ട് സംസാരിക്കും, നാവിനോട് സംസാരിക്കും. ഇത്തഖില്ലാഹ ഫീനാ ഫഇന്നമാ നഹ്നു ബിക്, അല്ലയോ നാവേ നീ ഞങ്ങളുടെ കാര്യത്തിൽ നീ സൂക്ഷിക്കണം. ഫൈൻ ഇസ്തഖംത ഇസ്തഖംനാ, നീ നേരെയായാൽ ഞങ്ങളെല്ലാം നേരെയാകും. ഫൈൻ അഅവജജ്ത അഅവജജ്നാ, നീ എങ്ങാനും വളഞ്ഞു പോയാൽ, നീ ശ്രദ്ധിക്കാതെ പോയാൽ, നീ സൂക്ഷിക്കാതെ പോയാൽ ഞങ്ങൾക്കെല്ലാവർക്കും പ്രതിസന്ധി ഉണ്ടാകുമെന്ന്, എല്ലാ ശരീരത്തിന്റെ അവയവങ്ങളും നാവിനോട് സംസാരിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അഥവാ ഒരാളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ആ ആള് മോശമാണ്, അയാൾ തീരെ ശരിയല്ല, അയാളുടെ സംസാരം ശരിയല്ല, അയാൾ മോശമായ വ്യക്തിയാണ് എന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങളെയുമാണ് നമ്മൾ സംസാരിക്കുന്നത്. അയാളുടെ നാവ് മാത്രം ശരിയാണ് എന്ന് പറയാറില്ല, അയാളുടെ നാവ് മോശമാണ് എന്നതല്ല പറയുക. മനുഷ്യനെ മുഴുവനായിട്ടായിരിക്കും അവനെയായിരിക്കും കുറ്റപ്പെടുത്തുക, അവനെയായിരിക്കും മോശമായിട്ട് പറയുക. അതുകൊണ്ട് നാവേ, നീ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം നീ ശ്രദ്ധിക്കാത്തത് കാരണത്താൽ, നീ കളവ് പറയുന്നത് കൊണ്ട്, നീ ഗീബത്ത് പറയുന്നത് കൊണ്ട്, നീ ചീത്ത പറയുന്നത് കൊണ്ട്, നീ നമീമത്ത് പറയുന്നത് കൊണ്ട്, നീ മോശമായിട്ട് ആളുകളോട് സംസാരിക്കുന്നത് കൊണ്ട്, നീ കമന്റ് അടിക്കുന്നത് കൊണ്ട് ഞങ്ങളാണ് കുടുങ്ങുന്നത്, ഞങ്ങൾക്കാണ് പ്രയാസമുള്ളത്. അതുകൊണ്ട് നീ നേരെയാവണേ എന്ന് അവയവങ്ങളെല്ലാം പറയുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. അതുകൊണ്ട് ആ ഖുർആൻ നമ്മളൊക്കെ പല കാര്യങ്ങളും നിസ്സാരമായിട്ടാണ് കാണാറുള്ളത്. അതെല്ലാരും അറിഞ്ഞതല്ലേ, അതെല്ലാരും സംസാരിച്ച വിഷയല്ലേ, അതിപ്പോ ആരാ അറിയാത്തത്, നീ മാത്രമേ ചിലപ്പോൾ അറിയാത്തത് ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പല കമന്റുകളും പറയുമ്പോഴും പല കാര്യങ്ങളും പറയുമ്പോഴും അതിനൊക്കെ കൃത്യമായിട്ടുള്ള ആയത്തുകൾ ഖുർആനിലൂടെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട് അപവാദ പ്രചരണം ശക്തമായ നിലയിൽ പ്രചരിച്ച സമയത്ത് സ്വഹാബികൾ അധികം ആളുകളും അത് ചെയ്തിട്ടില്ല. വളരെ ചുരുക്കം എണ്ണിയാൽ കുറച്ചാളുകൾ മാത്രമാണ് അത് ഏറ്റെടുത്തത്. ആയിഷ ബീവി അത് ചെയ്തിട്ടുണ്ടോ, ആയിഷ ബീവി അങ്ങനെ ആയിട്ടുണ്ടോ എന്ന രീതിയിൽ ചെറിയ കമന്റുകൾ വന്നതോടുകൂടി പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് അവതരിച്ചു. എന്താണ് ആയത്ത് എന്നറിയുമോ? ഇത് തലഖൗനഹു ബിഅൽസിനതികും وتقولون بأفواهكم ما ليس لكم به علم وتحسبونه هينا وهو عند الله عظيم. ഇത് തലഖൗനഹു ബിഅൽസിനതികും, നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങളിങ്ങനെ ഏറ്റു പറയുകയാണ്. എന്തോന്ന് കേൾക്കുമ്പോഴേക്ക്, എന്തോന്ന് കാണുമ്പോഴേക്ക് അതിങ്ങനെ നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങളിങ്ങനെ ഏറ്റു പറയുകയാണ്. വതഖൂലൂന ബിഅഫ്വാഹികും മാ ലൈസ ലക്കും ബിഹി ഇൽമ, നിങ്ങൾക്ക് ആ വിഷയത്തിൽ യാതൊരു അറിവുമില്ല, കൃത്യമായിട്ട് നിങ്ങൾക്കറിയുകയില്ല. ആരൊക്കെയോ പറഞ്ഞപ്പം, ആരൊക്കെയോ ഷെയർ ചെയ്തപ്പം ജനങ്ങളിങ്ങനെ സംസാരിച്ചത് കേട്ടത് കൊണ്ടാണ്. അങ്ങനെ നിങ്ങൾക്ക് യാതൊരു അറിവുമില്ലാത്തൊരു വിഷയത്തിൽ നിങ്ങളതാ നിങ്ങളെ വായ കൊണ്ട് നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, നിങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വതഹ്സബൂനഹു ഹയ്യിനാ, നിങ്ങൾക്കത് നിസ്സാരമായിരിക്കും, നിങ്ങൾക്കത് വലിയ കാര്യമാവുകയൊന്നുമില്ല. വഹുവ ഇൻദല്ലാഹി അദീം, അള്ളാഹുവിന്റെ അടുക്കൽ അത് വമ്പിച്ച കാര്യമാണ്. നിങ്ങൾ ആരെയാണ് സംസാരിക്കുന്നത്, നിങ്ങൾ ആരെയാണ് കുറ്റപ്പെടുത്തിയിരിക്കുന്നത്, നിങ്ങൾ ആരെയാണ് അഭിമാനം ക്ഷതമേൽപ്പിച്ചിരിക്കുന്നത്, ആരുടെ പോരായ്മയാണ് ഷെയർ ചെയ്തിരിക്കുന്നത്, ആരുടെ പോരായ്മയെ കുറിച്ചാണ് നിങ്ങൾ കൂട്ടം കൂട്ടമായി സംസാരിച്ചത്? പടച്ച റബ്ബിന്റെ ഒരു സൃഷ്ടിയെ കുറിച്ചാണ്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും സൃഷ്ടാവ് പടച്ച റബ്ബാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ കുറ്റമാണ് നിങ്ങൾ പറഞ്ഞത്, ഒരു മനുഷ്യന്റെ കുറവുകളെ കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങൾക്കത് നിസ്സാരമായിരിക്കും, നിങ്ങൾക്കത് വലിയ ഗൗരവമൊന്നും ഉണ്ടാവില്ല എങ്കിൽ വതഹ്സബൂനഹു ഹയ്യിനാ വഹുവ ഇൻദല്ലാഹി അദീം, അല്ലാഹുവിന്റെ സന്നിധിയിൽ അത് വമ്പിച്ച കാര്യമാകുന്നു.
അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇന്നർ റജുല ലയതകല്ലമു ബിൽ കലിമ, ഒരു മനുഷ്യൻ ഒരു വാക്ക് സംസാരിക്കും, ലാ യറാ ബിഹാ ബഅസ, പക്ഷേ അതിന്റെ ഗൗരവവും അവൻ തിരിച്ചറിഞ്ഞിട്ടില്ല, അതിനെ നിസാരമായിട്ടാണ് കണ്ടത്. യഹ്വി ബിഹാ 70 ഖരീഫൻ ഫിന്നാർ, ആ ഒരൊറ്റ വാക്ക് കാരണത്താൽ നരകത്തിന്റെ 70ഓളം വർഷങ്ങളോളം അടിത്തട്ടിലേക്ക് അവനെ പ്രവേശിപ്പിക്കാൻ ആ ഒരൊറ്റ വാക്ക് കൊണ്ട് കാരണമായി തീരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മറ്റൊരു ഹദീസിൽ കാണാം, യാ മഅശറ മൻ ആമന ബിലിസാനി വലം യദ്ഖുലിൽ ഈമാനു ഖൽബു, ഹൃദയത്തിലേക്ക് ഈമാൻ പ്രവേശിക്കാതെ നാവ് കൊണ്ട് മാത്രം വിശ്വസിച്ച മനുഷ്യരെ, ആ മുഖം ഗൗരവമാണ്. ഈമാൻ കൃത്യമായി ഹൃദയത്തിൽ പ്രവേശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവന്റെ സംസാരം അവൻ ശ്രദ്ധിക്കും. അവൻ ആരെക്കുറിച്ചാണ്, എന്താണ് പറയുന്നത്, ഞാൻ ഇന്ന് ഈ വ്യക്തിയെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് എന്താണ് നേട്ടമുള്ളത്, ഞാൻ ഇന്നാളെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് എന്താണ് കിട്ടുക, അതെനിക്ക് നന്മയാണോ ഹൈറാണോ അതല്ല എനിക്ക് ഷർറാണോ എന്ന് കൃത്യമായി സൂക്ഷ്മതയോടുകൂടി മാത്രമായിരിക്കും അവർ സംസാരിക്കുക. അതേ സമയത്ത് ഹൃദയത്തിലേക്ക് ഈമാൻ പ്രവേശിക്കാതെ നാവ് കൊണ്ട് മാത്രം സംസാരിക്കുന്ന മനുഷ്യരെ, ലാ തഅതാബുൽ മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിമീങ്ങളെ കുറിച്ച് നിങ്ങൾ പരദൂഷണം പറയരുത്, അവരെ കുറിച്ചുള്ള കുറ്റവും കുറവും നിങ്ങൾ സംസാരിക്കരുത്. വലാ തത്തബിഉ ഔറാതിഹിം, അവരുടെ രഹസ്യങ്ങൾ കുറവുകൾ അന്വേഷിച്ചു പോവുകയും ചെയ്യരുത്. ഫഇന്നഹു മനിത്തബഅ ഔറാതിഹിം യത്തബിഉ അല്ലാഹു ഔറത, ആരെങ്കിലും ഒരു മനുഷ്യന്റെ ഔറത്തെങ്ങാനും ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കുറവിന്റെ പിന്നാലെ എങ്ങാനും പോയി അവനെന്താണ് ചെയ്യുന്നത്, അവനെന്താണ് സംസാരിക്കുന്നത്, അവനെന്താണ് പ്രവർത്തിക്കുന്നത്, അവൻ മോശമാണ്, ഇന്നാളോട് പറയണം, ഇന്നവനോട് പറഞ്ഞു കൊടുക്കണം, അവന് ശരിയല്ല, അവന്റെ ജീവിതം വളരെ മോശമാണ് എന്നൊക്കെ തിരിച്ചറിയാനൊക്കെ വേണ്ടി, അത് പ്രചരിപ്പിക്കാനൊക്കെ വേണ്ടി, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി, അവന്റെ അഭിമാനം ക്ഷതമേൽപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും ഒരാളുടെ രഹസ്യത്തിന്റെ കുറവിന്റെ പിന്നാലെ പോയാൽ, ആരാണോ അവന്റെ കുറവ് അന്വേഷിക്കാൻ പോയവൻ, അവന്റെ പിന്നാലെ പടച്ചറപ്പുണ്ട്, അവന്റെ ന്യൂനതകൾ അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തേക്ക് കൊണ്ടുവരും. അവനവന്റെ വീട്ടിനുള്ളിൽ പ്രവേശിച്ച് അവനവന്റെ വീട്ടിൽ ഒളിച്ച് താമസിച്ചാൽ പോലും അവന്റെ കുറവുകളെ അല്ലാഹു സുബ്ഹാനഹു തആല ഈ സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിച്ച് കളയുമെന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ കുറെ ആളുകളുടെ അടുക്കലൊക്കെ പോയിട്ട് കുറെ കാര്യങ്ങൾ ചോദിക്കും, എനിക്ക് ഇന്ന കാര്യങ്ങൾ പറഞ്ഞുതരോ, ഈ മോട്ടിവേഷൻ ക്ലാസ്സും കൗൺസിലിംഗും ഒക്കെ കേട്ടിട്ട് നമ്മൾ അതൊക്കെ ഇങ്ങനെ അംഗീകരിക്കും. മുമ്പ് ഉഷാറാണ്, അത് നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിച്ച ഓക്കെയാണ്, അടിപൊളിയാണ്. നമ്മളൊക്കെ ഇങ്ങനെ പല കാര്യങ്ങളും അംഗീകരിക്കാനും ഇഷ്ടപ്പെടാനും അതൊക്കെ ജീവിതത്തിൽ പകർത്താനും ശ്രദ്ധിക്കുന്നുവെങ്കിൽ ഇത് പടച്ചറപ്പിന്റെ വാക്കാണ്. ആകാശലോകങ്ങൾക്കപ്പുറത്തു നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീ കൊടുത്ത വിഷയമാണ്. നിങ്ങൾ ഈ പണിക്ക് നിൽക്കരുത്, അതാരായിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ ഷർറുണ്ടാക്കിയ വ്യക്തിയായിക്കോട്ടെ, നമ്മളോട് ശത്രുത പുലർത്തുന്ന മനുഷ്യനായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, ഒരാളുടെയും പിന്നാലെ അവന്റെ കുറവുകൾ അന്വേഷിച്ച് അവനെ ഇകയിക്കാനും അവനെ വിമർശിക്കാനും അവന്റെ അഭിമാനം ക്ഷതമേൽപ്പിക്കാനും പോവേണ്ടതില്ല എന്നാണ് ഈ ഖുർആനും ആയത്തും പഠിപ്പിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഭവം വിശദീകരിക്കുന്നുണ്ട്. എത്രയോ തവണ കേട്ട സംഭവമാണ്, അഥവാ ഒരു വാക്കിൽ സംഭവിച്ചിരിക്കുന്ന ഒരു വിഷയം, അഥവാ ഇസ്രായേൽ സംഭവിച്ചിരിക്കുന്ന രണ്ടാളുകൾ പരസ്പരം സുഹൃത്തുക്കളാണ്, പരസ്പരം കൂട്ടുകാരാണ്, നല്ല സുഹൃത്ത് ബന്ധം സൂക്ഷിക്കുന്ന രണ്ട് ചങ്ങാതിമാരാണ്. പക്ഷേ അതിലൊരാള് തിന്മ ചെയ്യുന്ന മനുഷ്യനാണ്, ഒരാളാണെങ്കിൽ ഇബാദത്തിന്റെ വിഷയത്തിൽ നന്നായിട്ട് പരിശ്രമിക്കുന്ന മനുഷ്യരുമാണ്. അപ്പൊ ഈ തെറ്റ് ചെയ്യുന്ന മനുഷ്യനെ കാണുന്ന സന്ദർഭത്തിലെല്ലാം ആ മനുഷ്യൻ ഉപദേശിക്കും, നീ അത് ചെയ്യരുത് കേട്ടോ, നീ അത് ചെയ്യരുത്, നീ അത് ചെയ്യരുത് എന്ന് ആവർത്തിച്ച് ഉപദേശിച്ചുകൊണ്ടേയിരിക്കുന്നത് നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനം കൂടിയാണ്.
പക്ഷെ ഒരു ദിവസം ആ മനുഷ്യൻ ഇങ്ങനെ തെറ്റ് ചെയ്തപ്പോൾ ഇയാള് പോയി ഈ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, അക്സിർ, നിനക്ക് നിർത്തിക്കൂടെ എന്ന, നിനക്കൊന്ന് നിർത്തിക്കൂടെ, എന്തിനാ നീ ഇതിന്റെ പിന്നാലെ പോകുന്നത്, നീ എന്തിനാ ഇങ്ങനെ തെറ്റ് ചെയ്യുന്നത്? നിർത്ത് എന്ന് ഈ മനുഷ്യൻ പറഞ്ഞപ്പോൾ ആ തെറ്റ് ചെയ്യുന്ന മനുഷ്യൻ പറഞ്ഞു, ഖല്ലിനി വറബ്ബി അബ്ഇസ്തു അലയ്യ റഖീബൻ, എന്റെ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ഞാനും എന്റെ റബ്ബും കൂടിയാക്കി ആയിക്കോളാം. നീ എന്തിനാ എന്റെ വിഷയത്തിൽ കയറി ഇടപെടുന്നത്? നിന്നാരെ ഏൽപ്പിച്ചത്? എന്നിങ്ങനെ ഉപദേശിക്കാനും എന്നിങ്ങനെ ഈ രീതിയിലൊക്കെ പറയാനൊക്കെ നിന്നെ ആരെ ഏൽപ്പിച്ചു എന്ന ഒരു വല്ലാത്തൊരു കമന്റ് ഈ സുഹൃത്ത് പറഞ്ഞപ്പോൾ ആ നല്ല മനുഷ്യൻ പറഞ്ഞൊരു വാചകമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഗൗരവമായി ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഈ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു, വല്ലാഹി, അല്ലാഹുവാണേ സത്യം, ലാ യഗ്ഫിറുല്ലാഹു ലക ഔ ലാ യുദ്ഖിലക അല്ലാഹുൽ ജന്ന, അല്ലാഹു നിനക്ക് പുറത്തു തരില്ല, അല്ലാഹു നിനക്ക് പുറത്തു തരില്ല, അല്ലാഹു നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കില്ല എന്ന് ഈ നല്ല മനുഷ്യൻ മോശമായ തെറ്റ് ചെയ്യുന്ന വ്യക്തിയോട് ആ രീതിയിലുള്ള മറുപടി വന്നപ്പോഴാണ് മനസ്സ് തട്ടിയിട്ട് വേദനയോടുകൂടി വല്ലാത്തൊരു പ്രയാസത്തോടുകൂടി നിനക്ക് അല്ലാഹു പുറത്തു തരില്ല, നിന്നെ അല്ലാഹു സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന് കമന്റ് പറഞ്ഞപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഈ രണ്ടുപേരും ഈ ലോകത്തോട് വിട പറഞ്ഞു, പരലോകത്ത് ഹാജരായി രണ്ടുപേരെയും വിചാരണക്കെടുത്തു. എന്നിട്ട് ആ നല്ല മനുഷ്യനോട്, ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യനോട് അല്ലാഹു ചോദിച്ചു, അകുൻത ബിഹി ആലിമൻ ഔ കുൻത അലാ മാ ഫീ യദി ഖാദിറൻ, നീ എന്നെക്കാളും വലിയ അറിവുള്ളവനാണോ? ഇവനിക്ക് പുറത്തു കൊടുക്കുകയില്ല എന്നും ഇവനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയില്ല എന്നും എന്റെ വിഷയത്തിൽ കയറി ഇടപെടാൻ നിനക്ക് ആരധികാരം നൽകി? ആരാണ് നിന്നോട് ഇത് പറഞ്ഞത് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യനോട് ചോദിച്ചു. എന്നിട്ട് ഫഖാല ലിമുദ്നിബ്, ആ തെറ്റ് ചെയ്ത മനുഷ്യനോട് പറഞ്ഞു, ഇദ്ഹബ്, നീ പ്രവേശിച്ചു കൊള്ളുക, ഫദ്ഖുലിൽ ജന്ന ബിറഹ്മതി, നീ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക, എന്റെ കാരുണ്യത്തിന്റെ കവാടമായ, എന്റെ കാരുണ്യത്തിന്റെ ഭവനമായ സ്വർഗ്ഗത്തിലേക്ക് നീ പ്രവേശിച്ചു കൊള്ളുക എന്നും ഈ മുജ്തഹിദായ ഇബാദത്തിന്റെ വിഷയത്തിൽ കാർക്കശ്യം കാണിച്ച മനുഷ്യനോട് പറഞ്ഞു, ഇദ്ഹബു ബിഹി ഇലന്നാർ, നീ നരകത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അല്ലാഹു പറഞ്ഞു എന്ന് ബോധ്യപ്പെടുത്തുന്ന സംഭവമാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ അമലുകൾ നഷ്ടപ്പെടുത്തി കളയുന്ന, നമ്മളൊക്കെ ജീവിതത്തിൽ ഗൗരവമായി കാണേണ്ട ഒരു വിഷയമാണ് നാവ് എന്ന് പറയുന്നത്. അല്ല, എത്രയെത്ര വാക്കുകളാണ്, എത്രയെത്ര സംസാരങ്ങളാണ്. നമ്മുടെ കൈകൾ, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ന്യൂനതകളുണ്ട്, എന്തെല്ലാം പോരായ്മകളുണ്ട്. അതൊന്നും അന്വേഷിക്കാൻ, അതൊന്നും തിരുത്താൻ, അതൊന്നും പിന്നെ മാറ്റാതെ മറ്റുള്ളവരുടെ മോശവും മറ്റുള്ളവരുടെ തെറ്റും മറ്റുള്ളവരുടെ കുറവുകളും അവരുടെ അഭിമാനം ക്ഷതമേൽപ്പിക്കാൻ പോകുന്നവരോട് ഇസ്ലാമിൽ ഇതാണ് പറയാനുള്ളത്. അവർ നല്ലവരല്ല എന്നാണ് പറയാനുള്ളത്. അവർ ഈ സമൂഹത്തിൽ ശ്രദ്ധിക്കേണ്ട ആളുകളാണെന്നാണ് പറയാനുള്ളത്. ഒരു മുസ്ലിമിന്റെ ക്വാളിറ്റി അല്ല എന്നാണ് ഈ ആയത്തുകളും ഹദീസുകളും ബോധ്യപ്പെടുത്തുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ഉൾക്കൊള്ളുവാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ്. ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രവാചകന്റെ ജീവിതത്തിൽ നമുക്കെന്നും ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ആയിഷ ബീവിയും പ്രവാചകനും തമ്മിലുള്ള ജീവിതം. ധാരാളം പാഠങ്ങൾ, ധാരാളം ഗുണപാഠങ്ങൾ ലഭിക്കുന്ന മനോഹരമായ ഒരു ജീവിതമാണ് ആയിഷ ബീവിയുടെ ജീവിതം. എത്രയോ സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ച് ആയിഷ ബീവിയുമായി ഓട്ട മത്സരം നമ്മൾ അറിഞ്ഞതാണ്, ഹദീസുകളിലൂടെ മനസ്സിലാക്കിയതാണ്. ആദ്യ സമയത്ത് പ്രവാചകന്റെ കൂടെ ആയിഷ ബീവി ഓട്ട മത്സരം നടത്തി. ആയിഷ ബീവി ജയിച്ചപ്പോൾ ആയിഷ ബീവി സന്തോഷത്തോടുകൂടി ഞാൻ ജയിച്ചു എന്ന് പറയുന്ന മനോഹരമായ സംഭവം ഹദീസുകളിൽ കാണാൻ സാധിക്കും. കുറെ കഴിഞ്ഞു ആയിഷ ബീവി കുറച്ച് ഉഷാറായ സമയത്ത് വീണ്ടും ഓട്ട മത്സരം നടത്തിയപ്പോൾ
അവിടെ വെച്ചുകൊണ്ട് പ്രവാചകൻ ജയിച്ചതും അതിന്റെ മനോഹരമായ മറുപടിയും ഹദീസുകൾ കാണാൻ സാധിക്കും. ഇങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഒരു ദാമ്പത്യ ജീവിതം നയിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ പാഠങ്ങളാണ്. അതിനിടയിലാണ് തൊട്ടടുത്തുള്ള ഭാര്യയിൽ നിന്ന് കുറച്ച് ഭക്ഷണം കൊണ്ടുവന്നപ്പം അത് തട്ടിത്തെറിപ്പിച്ചതും അവസാനം ആ പാത്രം ഉടഞ്ഞു പോയ സംഭവവും നമ്മൾക്ക് മനസ്സിലാക്കി തന്ന കാര്യങ്ങളാണ്. അവസാനം ആ ഒരു സന്ദർഭത്തിൽ എങ്ങനെയും പ്രതികരിക്കാൻ മനസ്സിൽ വെമ്പൽ കൊള്ളുന്ന സന്ദർഭത്തിലാണ് ഒരു വാക്ക് പോലും ഉരിയാടാതെ ആ പൊട്ടിയ പ്ലേറ്റുകൾ ഇങ്ങനെ പെറുക്കിയെടുക്കുന്ന മനോഹരമായ ഒരു ഭർത്താവിന്റെ ജീവിതം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. അതേ പ്രവാചകന്റെ ജീവിതത്തിൽ, അതേ ആയിഷ ബീവിയുടെ ജീവിതത്തിലാണ് സഫിയ എന്ന് പറയുന്ന മറ്റൊരു ഭാര്യയെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, ഹസ്ബുക മിൻ സഫിയത കദാ വകദാ ഖാല ഗൈറു. അവിടെ വെച്ചുകൊണ്ട് പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ സഫിയയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഏതാണ് സഫിയ? ഈ പ്രവാചകന്റെ മുമ്പിൽ ഇങ്ങനെ കൈ ഇങ്ങനെ ആംഗ്യം കാണിച്ചിട്ട് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. കുറച്ച് പിന്നെ പൊക്കം കുറഞ്ഞ ഭാര്യയായിരുന്നു സഫിയ റളിയല്ലാഹു അൻഹ. അപ്പൊ പൊക്കം കുറഞ്ഞതിന് നമ്മുടെയൊക്കെ ഭാഷയിൽ പല വാക്കുകളും പറയാറുണ്ട്. പക്ഷേ ആയിഷ ബീവി ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ചൂണ്ടിയിട്ട് കൈ ആംഗ്യം കാണിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എപ്പം നോക്കും മോളെ മതിയല്ലേ, നിങ്ങൾക്ക് എപ്പം നോക്കും മോളെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചാൽ മതിയല്ലേ എന്ന രീതിയിൽ ഒരു ചെറിയൊരു ആംഗ്യത്തോടുകൂടി സഫിയ റളിയല്ലാഹു അൻഹയെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇകൈത്തി ഒന്ന് പറഞ്ഞപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ലഖദ് ഖുൽതി കലിമതൻ ലൗ മുസിജത് ബിമാഇൽ ബഹരി ലമസ്ജതുഹു. ആയിഷ, നീ പറഞ്ഞ വാക്കെങ്ങാൻ കൊണ്ടുപോയിട്ട് കടലിൽ കൊണ്ടുപോയി മുക്കിയിരുന്നുവെങ്കിൽ ആ കടൽ മുഴുവൻ മലിനമാകുമാറും മോശമായ രീതിയിൽ അത് മലിനമാകാൻ മാത്രം ഗൗരവമുള്ള വാക്കാണ് ആയിഷ എന്ന് മുഖം ചുവന്നിട്ട് പ്രവാചകൻ ഗൗരവത്തോടുകൂടി ആയിഷ ബീവിയോട് സംസാരിച്ചു എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മള് എന്ത് സംസാരിക്കുമ്പോഴും ആരെക്കുറിച്ച് എന്ത് പറയുമ്പോഴും ഈ ഹദീസുകളും ആയത്തുകളൊക്കെ ഖുർആനിലും ഹദീസിലും നമുക്ക് നൽകുന്നത് നമുക്ക് കൃത്യമായ ചില പാഠങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയാണ് എന്ന കൃത്യമായ ഒരു ബോധ്യവും ഉണ്ടാവണം. സംസാരത്തിന്റെ വിഷയത്തിൽ നാം ശ്രദ്ധ പൂർത്തീകരിക്കണം, നാം ഗൗരവമായി ചിന്തിക്കണം. ഞാൻ എന്താണ് സംസാരിക്കുന്നത് എന്ന കൃത്യമായ ഒരു ബോധ്യവും ഉണ്ടാവണം. അതുകൊണ്ടാണ് പണ്ഡിതന്മാര് പറയുന്നത്, സംസാരിക്കാൻ അറിയുന്നത് പോലെ, സംസാരിക്കാൻ പഠിക്കുന്നത് പോലെ മിണ്ടാതിരിക്കാൻ നിങ്ങൾ പഠിക്കുമായിരുന്നു എന്ന് പണ്ഡിതന്മാര് പറഞ്ഞു. സംസാരം നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ചെറിയ കുട്ടികളാകുന്ന സംസാരം ശരിയായി സംസാരിച്ച് വരും. പക്ഷേ മിണ്ടാതിരിക്കാൻ നമ്മൾ പഠിക്കുമായിരുന്നു എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. എങ്കിൽ നാവിന്റെ കാര്യം ഗൗരവമായി നമ്മൾ ശ്രദ്ധിക്കുക, സംസാരിക്കുന്ന ഗൗരവമായിട്ട് കാണുകയും ചെയ്യുക. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സ്വഫുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, ഈ ഉമ്മത്തിന് നൽകിയ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ, മറ്റു സമൂഹത്തിനൊന്നും കൊടുക്കാത്ത ഏറ്റവും പ്രധാനപ്പെട്ട 3 ശ്രേഷ്ഠതകൾ പറയുന്ന ഒരു ഭാഗമുണ്ട്. അഥവാ മറ്റു സമൂഹത്തിന് കൊടുക്കാത്ത 3 ശ്രേഷ്ഠതകൾ. അതൊന്നറിയോ? ജുഇലത്ത് സുഫൂഫുനാ കസുഫൂഫിൽ മലായിക എന്ന ഈ സമൂഹത്തിന്റെ നമസ്കാരത്തിന്റെ സ്വഫ് മലക്കുകളുടെ സ്വഫ് പോലെയാക്കിയ മലക്കുകളുടെ സ്വഫ് വേറെ ഒരു സമൂഹത്തിനും അല്ലാഹു അത് കൊടുത്തിട്ടില്ല. ഈ സമൂഹത്തിന് നൽകിയ കുറെ ശ്രേഷ്ഠതകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ശ്രേഷ്ഠതയാണിത്. നേരെ അഥവാ മലക്കുകളുടെ സ്വഫ് പോലെ സ്വഫാക്കി എന്ന ഒരു ഹദീസിൽ കാണാം. എങ്ങനെയാണ് റസൂലെ മലക്കുകളുടെ സ്വഫ് എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യുത്തിമ്മൂന സ്വഫിൽ അവ്വൽ, അവർ ഒന്നാമത്തെ സ്വഫ് പൂർത്തിയാക്കും. ഒന്നാമത്തെ സ്വഫിന് വിടവുണ്ടോ ബാക്കത്തെ ആള് കൊടുക്കും. ഒന്നാമത്തെ സ്വഫ് പൂർത്തിയായാൽ രണ്ടാമത്തെ സ്വഫ്, രണ്ടാമത്തെ സ്വഫ് പൂർത്തിയായാൽ മൂന്നാമത്തെ സ്വഫ്. ഇങ്ങനെയാണ് മലക്കുകൾ സ്വഫ് നിൽക്കാറുള്ളത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഒരിക്കലും നിങ്ങൾ വിചാരിക്കേണ്ടതില്ല
ജുമാക്കാണെങ്കിലും പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ സുഫിന്റെ പ്രാധാന്യം രണ്ടാമത്തെ സുഫിന് കിട്ടുകയേ ചെയ്യില്ല. രണ്ടാമത്തെ സഫിന്റെ പ്രാധാന്യം ഒരിക്കലും മൂന്നാമത്തിൽ കിട്ടൂല. പക്ഷേ ഒന്നാമത്തെ സഫിൽ ഇപ്പം തന്നെ 2-3 ആളുകൾക്ക് കയറിയിരിക്കാനുള്ള സ്ഥലമുണ്ട്. ബേക്കിലത്തെ ആളുകൾ ശ്രദ്ധിക്കാറില്ല. പലപ്പോഴും ഏറ്റവും ആദ്യം വന്നിട്ട് ബേക്കിലേക്ക് ഇരിക്കുന്നവരോട് പറയാനുള്ളത്, ഈ ഒരു നന്മ നാളെ പരലോകത്ത് തുലാസിന്റെ വിഷയത്തിൽ നമ്മൾക്ക് മനസ്സിലാവും. ഞാൻ ആരെയും വിമർശിക്കാണെന്ന് വിചാരിക്കേണ്ടതില്ല. ഇത് വളരെ ഗൗരവമാണ്. ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ വമ്പിച്ച പ്രതിഫലം കിട്ടുന്ന ഭാഗ്യവാന്മാരാണ് നമ്മളെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏത് പ്രവർത്തനവും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമായി തീരുന്ന വമ്പിച്ച പ്രതിഫലമായിട്ട് നാളെ പരലോകത്ത് ലഭിക്കുമെങ്കിൽ തീർച്ചയായിട്ടും സഫിന്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ചില ആളുകളൊക്കെ നേരെ മുകളിൽ പോയിരിക്കുന്നതായിട്ടും കാണാറുണ്ട്. എന്താണ് ശ്രേഷ്ഠത എന്ന് മനസ്സിലായിട്ടില്ല. ഈ ഒന്നാമത്തെ സഫ് ഇതൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ മേലെ കിട്ടുക. കുറെ ആളുകൾ മേലെ പോയിരിക്കുന്നതായിട്ടും കാണാറുണ്ട്. അവർക്കൊന്ന് കേൾക്കുകയും ശ്രദ്ധിക്കുകയും ഗൗരവമായി കാണുകയും ചെയ്യലൊക്കെ നല്ലതാണ്. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഇന്നത്തെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നൊന്നും അറിയേണ്ടതില്ല. ഇതൊക്കെ ഞാൻ ഈ പറയുന്നത് ഖുർആനും ഹദീസും വെച്ചാണ് എന്ന കൃത്യമായ ഒരു ബോധ്യവും ഉണ്ടാകുക. അള്ളാഹു നമുക്ക് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഹൃദയ വിശാലത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതൊരു പ്രയാസവും മുന്നോട്ട് പോകുമ്പോൾ അതിനൊക്കെ തരണം ചെയ്യാനുള്ള മനസ്സിന് വിശാലത അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ തെറ്റുകളും അള്ളാഹുവേ നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി നൽകണേ റഹ്മാനെ. അള്ളാഹുവേ ഖുർആനും ഹദീസും കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി പ്രാവർത്തികമാക്കി ജീവിക്കുവാനുള്ള മഹാഭാഗ്യം നീ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ നമ്മുടെ കൂടെയുള്ള പലരും പ്രയാസം അനുഭവിക്കുന്ന, രോഗം കൊണ്ടൊക്കെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ അവരെ ശുശ്രൂഷിക്കുന്ന ആളുകൾക്ക് നീ മനസ്സിന് വിശാലതയും ക്ഷമയും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ ജീവിതത്തിൽ നമ്മൾ നിർവഹിക്കുന്ന ഓരോ കാര്യങ്ങളും നിന്റെ ദീന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. നമ്മുടെ ലോകത്ത് പല ആളുകളും അല്ലാത്ത പ്രയാസത്തിലാണ്. ഖത്തർ പോലെയുള്ള, ഗസ പോലെയുള്ള പല സ്ഥലങ്ങളിലും മുസ്ലിമീങ്ങളായ ആളുകൾ അല്ലാത്ത ബേജാറിലും പ്രയാസത്തിലൊക്കെയാണ്. അല്ലാഹുവേ അവർക്ക് നീ നിർഭയത്വം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവർക്ക് നീ സമാധാനം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവർക്കെതിരെ വരുന്ന എല്ലാ തന്ത്രങ്ങളും നീ പരാജയപ്പെടുത്തി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു അവരെ നീ പട്ടിണി മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. അവർക്ക് നീ സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹു നമ്മുടെ നാട്ടിലും നീ നിർഭയത്വം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈ നാടിനോടുള്ള എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്ന നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ആരോടും വെറുപ്പില്ലാതെ, വിദ്വേഷമില്ലാതെ, പകയില്ലാതെ, അസൂയയില്ലാതെ പരസ്പരം സ്നേഹിച്ച് വിട്ടുവീഴ്ച ചെയ്ത് ജീവിക്കുവാനുള്ള മഹാഭാഗ്യം നീ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. നമ്മുടെ കൂടെയുള്ള പലരും, നമ്മുടെ മാതാപിതാക്കൾ പലരും അല്ലാഹുവേ ഖബറിലാണല്ലോ. അല്ലാഹു അവരുടെ ഖബറിനെ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات. اللهم ربنا عليك توكلنا وإليك أنبنا وإليك المصير. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. أقم الصلاة.